സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് ചുമതലയേറ്റു. ജനനന്മ ഉറപ്പാക്കാൻ 20,000-ഓളം അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ഇടതുഭരണം അവസാനിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഇന്ന് ശ്രദ്ധാകേന്ദ്രമായത്. കോർപ്പറേഷനിൽ 101 കൗൺസിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ, പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയ പ്രധാന നേതാക്കളും എത്തി. പക്ഷേ തിരുവനന്തപുരത്തും പാലക്കാടും BJPക്ക് ആവശ്യമായ ഭൂരിപക്ഷം ഇല്ല. ഇവിടങ്ങളിൽ UDF LDF സഖ്യത്തിനുള്ള സാധ്യത അടഞ്ഞ അധ്യായമാണോ, അതോ BJPയെ തടയിടാൻ ഇടതു വലതു മുന്നണികൾ വൈര്യം മറന്ന് കേരളത്തിലും ഒന്നിക്കുമോ? അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDFും UDFും കൈകോർക്കുമോ? BJPക്കെതിരെ രാജ്യവ്യാപകമായുള്ള ഇന്ത്യ മുന്നണി കേരളത്തിലും വരുമോ? കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ വിജയം നിർണായകമായ മാറ്റത്തിന് വഴിവെക്കുകയാണോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം.